പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പനങ്കര വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. 4 സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. ഭരണ മാറ്റത്തിനാണോ ഭരണ തുടർച്ചയ്ക്കാണോ ജനവിധിയെന്ന് ചൊവ്വാഴ്ച രാവിലെ 10:30 അറിയാനാകും. പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ 10ാം വാർഡായ പനങ്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ 80%-ലധികം പേരും വോട്ട് രേഖപ്പെടുത്തി. വൈകുന്നേരം 6-നാണ് വോട്ടെടുപ്പ് അവസാനിച്ചത്. രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചതു മുതൽ പോളിംഗ് ബൂത്തിൽ ക്യൂ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് മുമ്പായി തന്നെ പകുതിയിലധികം പേരും വോട്ട് രേഖപ്പെടുത്തി. 986 പേരാണ് വോട്ടർ പട്ടികയിൽ ഉള്ളത്. 4 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. UDF-ന്റെ വിജി സജി, LDF-ന്റെ അമൽരാജ്, NDA-യുടെ ആര്യ സത്യൻ, AAP-യുടെ മരിയ ജോസ് എന്നിവരാണ് മാറ്റൊരുക്കുന്നത്. ജനറൽ വാർഡിൽ 3 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും പ്രത്യേകതയാണ്. LDF, UDF സ്ഥാനാർത്ഥികൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. നിലവിൽ ഭരണസമിതിയിൽ ഇരു മുന്നണികൾക്കും തുല്യ അംഗബലമാണെങ്കിലും LDF ആണ് ഇപ്പോൾ പഞ്ചായത്ത് ഭരിക്കുന്നത്. അമൽരാജ് വിജയിച്ചാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി ഭരണം LDF-ന് തുടരാനാകും. വിജി സജിക്കാണ് വിജയമെങ്കിൽ ഭരണസമിതിയിൽ ഭൂരിപക്ഷം നേടി ഭരണം തിരിച്ചുപിടിക്കാൻ UDF-നും കഴിയും. ജനവിധി എന്താണെന്ന് ചൊവ്വാഴ്ച രാവിലെ 10:30 അറിയാനാകും. 10 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF-ന് വേണ്ടി മത്സരിച്ചു വിജയിച്ച നിസാർ മുഹമ്മദിന് 241 വോട്ടായിരുന്നു ഭൂരിപക്ഷം. തുടക്കത്തിൽ UDF ഭരണത്തിലെത്തിയെങ്കിലും നിസാർ മുഹമ്മദ് കൂറുമാറിയതോടെ ഭരണം LDF പിടിച്ചു. നിസാറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് വാർഡിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. GTV ന്യൂസ്, പൈങ്ങോട്ടൂർ.